കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM നേതാവ് PV സത്യനാഥിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അഭിലാഷിനായി അന്വേഷണ സംഘം തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ കൊടുക്കും. കേസിൽ സൈബർ സെല്ലും ഉടൻ അന്വേഷണം തുടങ്ങുമെന്നറിയുന്നു. 14 ദിവസ റിമാൻഡിലാണ് ഇപ്പോൾ പ്രതി അഭിലാഷ്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മണം, വിശദാംശങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇനി സത്യനാഥിൻ്റെ കൊലപാതകം, അതായത് കൊയിലാണ്ടി കൊലപാതകത്തിൽ ഇനി ഈ പ്രതിക്ക് ആരുടെയൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് പ്രതി ആയുധം വാങ്ങിച്ചത്, മറ്റൊന്ന് ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അതായത് 14 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. റൂറൽ SP ഡോക്ടർ അരവിന്ദാണ് മേൽനോട്ടം. 2 DYSPമാർ, പേരാമ്പ്ര, വടകര DYSPമാരും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. ഈ അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു പ്രതി മാത്രം, അതായത് അഭിലാഷ് മാത്രമാണ് തൻ്റെ വൈരാഗ്യം കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ് പ്രാഥമികമായ മൊഴി. ആ മൊഴിയെ ഇന്നലെ രാത്രി ഈ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ യോഗം ചേർന്നിരുന്നു. അവർ അത് വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക, വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമാണ് കൂടുതൽ തെളിവിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അതിനു മുമ്പ് തന്നെ, അതായത് തിങ്കളാഴ്ചയാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ സൈബർ തെളിവുകൾ കണ്ടെത്തുക, അതായത് ഏറ്റവും ഒടുവിൽ ഇയാൾ ആരൊക്കെയായി സംഭാഷണം നടത്തി എന്നുള്ളതും ആയുധം സംഘടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആരൊക്കെ സഹായിച്ചു എന്നുള്ളത് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തിരുന്നു. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ലോക്ക് ചെയ്തു എന്നുള്ളതും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ദൗത്യം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതിനു മുമ്പ് തന്നെ ഈ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി സൈബർ തെളിവുകൾ, പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ദൗത്യം. SK. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.